എല്ലാ വളർച്ചയിലും പരസ്പരം ചേർന്ന് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ഒരു ചരിത്രമുണ്ട്. ആരൊക്കെ പെട്ടിട്ടുണ്ട്, എത്രയൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, ഈ ഒരാൾ കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ സ്വഭാവം മാറ്റാനാവില്ല. പിടിക്കപ്പെട്ട ഈ മാനസിക രോഗിയേക്കാൾ മാനസിക രോഗമുള്ളവരായിരിക്കും രക്ഷപ്പെട്ടത്. വൃത്തികളും വികാരങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് പോവില്ലെങ്കിൽ, അവരുടെ ദൂഷ്യ സ്വഭാവങ്ങൾ നഷ്ടപ്പെടില്ലെങ്കിൽ, ഇയാളെ വിട്ട് അവർ വേറൊരാളെ ഇനി പിടിക്കാതിരിക്കില്ല. അതുകൊണ്ട് വാർത്തയിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇനി ആരാണ് വരാൻ പോകുന്നതെന്നാണ്. കേരളത്തിലെ അധ്യാപകർ, കേരളത്തിലെ പൂജാരിമാർ, കേരളത്തിലെ പള്ളികളിലെ പുരോഹിതന്മാരിലൊരു വിഭാഗം. ഇതുകൊണ്ട് എല്ലാവരുമല്ല, എല്ലാ പൂജാരികളുമല്ല, എല്ലാ അധ്യാപകരുമല്ല. ഒരമ്പലത്തിൽ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുന്നില്ല, എൻ്റെ വീട്ടിൽ നിന്ന് രോഗമൊഴിഞ്ഞൊരു സമയമില്ല, അയ്യോ സ്വാമി രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഇവർ സന്യാസിമാരായതുകൊണ്ടല്ല ഇവരോട് രക്ഷിക്കണേ എന്ന് പറയുന്നത്, പൂജാരി ആയതുകൊണ്ടാണ്. അവിടെ സ്വാമി എന്ന് തന്നെ വിളിക്കുക. ഞാനാണ് ആ പൂജാരി എന്ന് വിചാരിക്കുക. ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് വീട് ദോഷമാണ്, അവിടെ താമസം മാറ്റണം, വേഗം വിൽക്കണം. എന്ന് പറയുകയാണ്. ഞാനിത് പറയുന്നത് എൻ്റെ സ്വന്തം നിലയിലല്ല. ഞാൻ പൂജാരിയാണെന്നറിഞ്ഞ് അങ്ങും ഒരു സെറ്റ് ആളുകൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കിങ്ങിൽ നിൽക്കുന്ന നല്ല രാഷ്ട്രീയ പിടിപാടുള്ള ഉന്നത ബന്ധങ്ങളുള്ള ആളുകളെത്തി എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഏതെങ്കിലും സിറ്റിയോ ഏതെങ്കിലും സ്ഥലമോ കേന്ദ്രീകരിച്ച് അവിടെ സ്ഥലത്തിന് വില വളരെ കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെ വിൽക്കണമെന്ന് ഒരാളോട് പറഞ്ഞാൽ 15 സെൻറ്റോ 20 സെൻറ്റോ 30 സെൻറ്റോ ഒരു കുടിലിൽ താമസിക്കുന്ന ആളിനോട് വിറ്റ് കളയണമെന്ന് പറഞ്ഞാൽ അയാൾ ജീവിക്കാൻ വേണ്ടി അത് വിറ്റ് കളയും. കാരണം എന്ന് വെച്ചാൽ നല്ല ജീവിതം വേണം, അതാ പ്രതീക്ഷ കൊടുക്കുന്നത്. അത്രക്കാർക്കൊക്കെ ജീവിതം ആണ് ഏറ്റവും പ്രധാനം, സ്ഥലമല്ല. അപ്പോൾ ഉടനെ ഓടിച്ചെന്ന് ഞാനിത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അങ്ങ് ചെന്ന് അവിടെ ചെന്നൊരു വില പറയുന്നു, 15,000 സെൻറ്റിന് വില. അവർ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ കൊടുക്കണ്ടെന്ന് പറയുന്നു. 15,000 ഒന്നുമല്ല, ഒരു 10-30,000 എങ്കിലും കിട്ടണം. 15 ലക്ഷമോ 20 ലക്ഷമോ ഉള്ളപ്പോഴായിരിക്കും. ഇങ്ങനെ പതുക്കെ പതുക്കെ അതിൻ്റെ കമ്മീഷനുകളുമൊക്കെ വളർന്നു വന്നതായിരിക്കും ഇങ്ങനെയുള്ളവർ. ഈ വളർച്ചയിൽ കൂട്ടുബന്ധങ്ങൾ പോകാതിരിക്കാൻ അന്യോന്യം ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. വളർച്ചയിൽ എല്ലാ വളർച്ചയിലും പരസ്പരം ചേർന്ന് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ഒരു ചരിത്രമുണ്ട്. ആരൊക്കെ പെട്ടിട്ടുണ്ട്, എത്രയൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, ഈ ഒരാൾ കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ സ്വഭാവം മാറ്റാനാവില്ല. പിടിക്കപ്പെട്ട ഈ മാനസിക രോഗിയേക്കാൾ മാനസിക രോഗമുള്ളവരായിരിക്കും രക്ഷപ്പെട്ടത്. തീർച്ചയായും അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ വൃത്തികളോ വികാരങ്ങളോ പോവില്ല. വൃത്തികളും വികാരങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് പോവില്ലെങ്കിൽ, അവരുടെ ദൂഷ്യ സ്വഭാവങ്ങൾ നഷ്ടപ്പെടില്ലെങ്കിൽ, ഇയാളെ വിട്ട് അവർ വേറൊരാളെ ഇനി പിടിക്കാതിരിക്കില്ല. അതുകൊണ്ട് വാർത്തയിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇനി ആരാണ് വരാൻ പോകുന്നതെന്നാണ്. അത് തടയണമെങ്കിൽ ശുദ്ധീകരണം നടക്കേണ്ടത് ഇത്തരം ആളുകളെ കുറിച്ചുള്ള ചിന്തയിലല്ല. നമ്മുടെ ആധ്യാത്മിക നഭോമണ്ഡലത്തിലും നമ്മുടെ ഭരണരംഗത്തും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സാമൂഹ്യ പ്രവർത്തന രംഗത്തും നമ്മുടെ സാംസ്കാരിക രംഗത്തും ഒക്കെയാണ്. അതിലേറ്റവും അധികം ശുദ്ധീകരണം വേണ്ടിവരിക സാമൂഹിക പ്രവർത്തന രംഗത്തും ഭരണരംഗത്തുമാണ്. ഇവയുടെ രണ്ടിൻ്റെയും ലേബലില്ലാതെ ഇവയ്ക്കൊന്നും ജനജീവിതത്തിൽ രംഗപ്രവേശം ചെയ്യാനാവില്ല. തീർച്ചയായും ഭരണത്തിൻ്റെ അനുസ്യൂതമായ തലോടലില്ലാതെ
ഒരു കൊള്ളക്കാരനും ഒരു കള്ളനും ഇത്ര കാലം പിടിച്ചു നിൽക്കാനാവില്ല. കള്ളനും പോലീസും കളി. അതെ. അവിടെ ചെന്നത് തെറ്റാണ്, നിങ്ങളിങ്ങനെ ചെയ്തുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കും, ഏതൊരാളും അനുസരിക്കും. ഇപ്പം നാളെ വന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് സ്വാമിജി ഈ പരിപാടി നടത്തിക്കൂടാ, ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്, അതിൻ്റെ നിയമം അനുസരിച്ച്. അതെ. സ്വാമിജി തുടർന്നോളൂ, കുഴപ്പമില്ല എന്ന് ഒരു അനുമതി കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ തുടരാൻ പറ്റും? ശരിയാണ് സ്വാമിജി. മാധ്യമങ്ങൾ സീൽ വയ്ക്കുന്നുണ്ട്. ജയിലുകൾ കേരളത്തിലെമ്പാടുമുണ്ട് കുറ്റവാളികളെ പിടിച്ചിടാൻ. ഈ കുറ്റവാളികളൊക്കെ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞ് കഴിഞ്ഞിട്ടല്ല പിടിച്ചിരുന്നത്. കുറ്റം തെളിയിക്കുന്നത് വരെ സംരക്ഷിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വെക്കാൻ നിയമങ്ങളുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവനെ പോലും പിടിച്ചു എന്നുള്ളത് കൊണ്ടോ അവിടെ കൊണ്ടുകൊണ്ടോ. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്നു, സ്വാമിജിയുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അണ്ടർ കസ്റ്റഡിയാണ് എന്ന് പറഞ്ഞാൽ ഈ വേഷത്തോടെ ഈ ഇരിക്കുന്നിടത്തുനിന്ന് ഞാൻ പോകാൻ ബാധ്യസ്ഥനായിരിക്കുന്ന നിയമങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ ദീർഘകാലം ഒരാൾ പുറത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു പെരുമാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10-25 കൊല്ലത്തെ ചരിത്രവുമായി വരികയും അത്രയും കാലത്തെ പീഡനത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ മാധ്യമം ഇന്ന് ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങളുടെ ദൃഷ്ടി, കണ്ണും കാതുമുള്ള ഈ മാധ്യമങ്ങൾ ഇന്നലെ വരെ ആരെ താല്പര്യപ്പെടുത്താൻ വേണ്ടി മിണ്ടാതിരുന്നു. ഇന്ന് അയാളോട് എതിർപ്പ് വന്നിരിക്കുന്ന ഇവർക്ക് വേണ്ടപ്പെട്ട ആരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇയാളെ രംഗത്തേക്ക് കൊണ്ടുവന്നു. ഇതൊന്നും ചോദിക്കാനുള്ള വിദ്യാഭ്യാസം ജനതയ്ക്കില്ലെന്നും ഇത് വായിക്കുന്നവർക്കില്ലെന്നും പൂർണ്ണമായി ധരിച്ച് എപ്പോഴും ഞങ്ങളുടെ അറിവാണ് പൂർണ്ണമായ അറിവ് എന്ന ഭാവത്തിൽ ജനതയ്ക്കൊരു അറിവ് കൊടുക്കുന്നു എങ്കിൽ എത്ര പേർ ഇതിന് ഉത്തരവാദിയാണ്? അത് വളരെ നന്നായി കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കെതിരായി വരുമെങ്കിലും കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇങ്ങനൊരു ബന്ധം മാത്രം നടക്കുകയും ധർമ്മം ലോകത്ത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു ഇരട്ടത്താപ്പാണ്.